ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മിറാക്കിൾ ജെൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പാർലറിൽ പോകാതെ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കാനും അതുപോലെ തന്നെ സൺ ടാൻ മാറ്റാനും ആക്നെ മാറ്റാനൊക്കെ പറ്റിയ ഒരു ജെല്ലാണ് കാണിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു ആക്നെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് പ്രൊഡക്റ്റ് അത് ഹോം മെയ്ഡ് ആയാലും അല്ലാത്തായാലും എന്ത് ചെയ്താലും സ്കിന്നിൽ കുരു വരും. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇതേവരെ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ സംഭവം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ചണവിത്താണ്. ചണവിത്ത് അഥവാ ഫ്ലാക്സ് സീഡ്. ഇതിനെക്കുറിച്ച് കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ അറിയാൻ മേലാത്തവരും കാണും. ഇപ്പോൾ ഇത് ഞാനൊരു 6-7 മാസമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാക്കറ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ നിറയെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ അത് തീരാറായി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ജെൽ ഉണ്ടാക്കാം. ഇത് ഹെയറിനും സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ സ്കിന്നിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാം. സൺടാൻ അടിച്ചിട്ടുണ്ടാകുന്ന കരിവാളിപ്പ്, പിന്നെ ഒരു 30+ കഴിയുമ്പോൾ തൊട്ടേ നമ്മുടെ സ്കിന്നൊന്ന് സാഗ് ചെയ്യാനും സ്കിന്നിൽ വ്രിങ്കിൾസ് വരാനൊക്കെ തുടങ്ങും. സ്കിന്നിൻ്റെ ഗ്ലോ എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയൊരു ജെല്ല് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് ഇപ്പോൾ 1 ദിവസമോ 2 ദിവസമോ യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. റെഗുലറായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു നേരം ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ. ഇപ്പോൾ ഗ്ലോ കിട്ടാൻ വേണ്ടി നമ്മൾ വേറൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ജെല്ല് ഏതെങ്കിലും ഒരു നേരം, വൈകിട്ടോ രാവിലെയോ ഏതെങ്കിലും ഒരു നേരം ഒരു 10 മിനിറ്റ് നമ്മുടെ സ്കിന്നിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത് റെഗുലറായിട്ട് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ സെൻഡാനൊക്കെ മാറി സ്കിന്നൊന്ന് എന്താ പറയുക, ഒരു സ്കിൻ ടോണൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആവുന്ന പോലെ തന്നെ നമുക്ക് തോന്നും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വെള്ളം ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് 2 സ്പൂൺ ഫ്ലാക്സ് സീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓൺലൈനിലൊക്കെ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേടിച്ചത്. ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 2-3 പ്രാവശ്യം തിള വരണം. എന്നിട്ട് അതൊരു ലോ ഫ്ലെയിമിലിട്ട് 2-3 വട്ടം തിളപ്പിച്ചിട്ട് എടുക്കാം. ആക്നെ ഓയിലി സ്കിന്നിന് ഇത് ബെസ്റ്റ് റിസൾട്ടാണ്. ആക്നെയൊക്കെ റിമൂവ് ആവുകയും പിന്നെ ആക്നെയുടെ ആ ഒരു ശല്യം ഉണ്ടാവത്തേ ഇല്ല. ആക്നെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്കിന്നായിരുന്നു എൻ്റെത്. ഇപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അതിന് ആക്നെയുടെ ഒരു പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ധൈര്യമായിട്ട് ഓയിലി ആക്നെ സ്കിന്നുകാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത് ഞാൻ ചൂടോടെ തന്നെ അരിച്ചെടുക്കുന്നുണ്ട്. ഇത് ചൂടാറിക്കഴിയുമ്പോൾ നല്ലപോലെ തിക്ക് ഫോം ആവും. അപ്പം നമുക്കത് അരിച്ചെടുക്കാൻ പാടും. ആ സീഡ്സൊക്കെ മാറ്റാൻ പാടുപെടുവേ. അവിടെ ചൂടോടെ തന്നെ ഞാനത് അരിച്ചൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട്. ആറിക്കഴിയുമ്പോൾ നല്ലൊരു ജെല്ലിൻ്റെ ഒരു ഫോമിലേക്കാവേ. അപ്പോൾ നല്ലപോലെ ആറിക്കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഡപ്പയ്ക്കകത്താക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഒരാഴ്ച നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് തൊട്ട് നോക്കുമ്പോൾ തന്നെ കാണാം നല്ലൊരു ജെൽ ഫോമിലിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ കംപ്ലൈൻറ്റ് ആവാതെ നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒരാഴ്ച ഉപയോഗിക്കാനുള്ള ജെല്ലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഹോം മെയ്ഡ് ജെല്ലാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.